BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പേരാമ്പ്ര സംഘർഷം. പോലീസ് ആസൂത്രിത ആക്രമണം നടത്തി ശബരിമല വിഷയം വഴിതിരിച്ചുവിടുവാനുള്ള ശ്രമം. ഷാഫി പറമ്പിൽ. ശബരിമല വിഷയം വാർത്തയിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ആക്രമണമാണ് പേരാമ്പ്രയിൽ നടന്നതെന്ന് ഷാഫി പറമ്പിൽ MP. ദേവസ്വം ബോർഡിനോട് രാജി ആവശ്യപ്പെടുവാൻ സർക്കാർ മടിക്കുന്നുവെന്നും ശബരിമല സ്വർണ്ണ വിഷയം മറച്ചുവെക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഘടിതമായ പോലീസ് ആക്രമണമാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ, ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിന്റെയൊക്കെയാണ്. ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തുവാൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല എന്നതാണ്. മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചുവെക്കുവാൻ ഉള്ളതുകൊണ്ടാണ് കോടതി അത്ര ശക്തമായ ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുവാൻ രാജി ആവശ്യപ്പെടുവാൻ തയ്യാറാകാത്തത്. ഷാഫി പറഞ്ഞു. പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കുവാനുള്ള ഇടപെടലാണ് തങ്ങൾ ആ ദിവസം നടത്തിയത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ടെന്ന് ഷാഫി പറഞ്ഞു. അന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മർദ്ദനവും നടന്നിട്ടേ ഇല്ല എന്ന്. അപ്പോഴത്തേക്കും വ്യാജപ്രചരണങ്ങൾ ആരംഭിക്കുകയാണ്. ആ വ്യാജപ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതവിടെ ലാത്തിച്ചാർജ് നടന്നു എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ബോധപൂർവം ഈ ചർച്ചകളെ വേറൊരു തരത്തിൽ വഴിതിരിച്ചു വിടുവാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു, ഷാഫി പറഞ്ഞു. ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവം. പലിശ ഇടപാട് നടത്തിയവർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി പോലീസ്. തൃശൂർ ഗുരുവായൂരിൽ കൊള്ളപ്പലിശയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കേസെടുത്തു. നെന്മിണി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. ഇരുവരും ഒളിവിലാണ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തുവാനും രേഖകൾ പിടിച്ചെടുക്കുവാനും അന്വേഷണ സംഘം നടപടി ആരംഭിച്ചു. ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാ സംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും എന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണ്ടാ സംഘം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. തേജസ്വി യാദവ് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചു. മഹാസഖ്യം നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ചലോ ബീഹാർ ബദ്ലെ ബീഹാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രചാരണത്തിനിറങ്ങുവാനാണ് മഹാസഖ്യം പദ്ധതിയിടുന്നത്. ബീഹാർ വികസനത്തിന് NDAക്ക് മാർഗരേഖയില്ലെന്ന് തേജസ്വി യാദവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ NDA പകർത്തുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കാത്തതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ തേജസ്വി യാദവ് ആഞ്ഞടിച്ചു. നിതീഷ് കുമാറിനെ BJP വീണ്ടും മുഖ്യമന്ത്രിയാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ കക്ഷി അംഗങ്ങൾ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് അമിത് ഷാ പലതവണ ആവർത്തിച്ചു. എന്തുകൊണ്ടാണ് ഇത്തവണ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തത്? തിരഞ്ഞെടുപ്പിന് ശേഷം JDUവിനെ BJP ഇല്ലാതാക്കും. ഇത് നിതീഷ് കുമാറിന്റെ അവസാന തിരഞ്ഞെടുപ്പാകും. പലതവണ ബീഹാറിൽ ചോദ്യപേപ്പർ ചോർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. കുറ്റകൃത്യങ്ങൾ പെരുകി, ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. കസേരയും അധികാരവും മാത്രമാണ് NDA ആഗ്രഹിക്കുന്നത്. ബീഹാറിന്റെ പുരോഗതി അവരുടെ ലക്ഷ്യമല്ല, അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്ന് തേജസ്വി യാദവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കുടിയേറ്റം തുടങ്ങിയവയ്ക്കെതിരെയാണ് പോരാട്ടം. നിലവിലെ സർക്കാരിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. സാമ്പത്തിക നീതി നടപ്പാക്കുവാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തേജസ്വി യാദവ് പറഞ്ഞു. ചോർന്നൊലിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം.
ചോർന്നൊലിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം കെട്ടിടം. രോഗികൾ വഴുതി വീഴാതിരിക്കുവാൻ ആശുപത്രിക്കകത്ത് വെള്ളമുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡും വച്ചിട്ടുണ്ട്. രോഗികൾ വഴുതി വീഴാതിരിക്കുവാൻ ആശുപത്രിക്കകത്ത് വെള്ളമുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡും വച്ചിട്ടുണ്ട്. 3 വർഷം മുൻപ് നവീകരിച്ച കെട്ടിടമാണിത്. ഇപ്പോൾ പരക്കെ ചോർച്ചയാണ്. അത്യാഹിത വിഭാഗത്തിലെ നിരീക്ഷണ വാർഡിലും മുറിവ് തുന്നുന്ന മുറിയിലും പ്ലാസ്റ്റർ ഇടുന്ന റൂമിന് മുൻപിലും ചോർച്ചയുണ്ട്. വെള്ളം പരന്നൊഴുകാതിരിക്കുവാൻ വലിയ ബക്കറ്റുകളും പാത്രങ്ങളും വച്ചിട്ടുണ്ട്. സീലിംഗിന്റെ ഇടയിലൂടെയാണ് ചോർച്ച. AC ലീക്കേജ് ആണെന്ന് ജീവനക്കാർ പറയുന്നു. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് രോഗികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. നിരീക്ഷണ വാർഡിൽ ഒരേ കട്ടിലിൽ തന്നെ ഒന്നിലധികം രോഗികളെ കിടത്തിയതും കാണാം. കേരളത്തിൽ തദ്ദേശീയ മദ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കണം. വിദേശത്തേക്ക് മദ്യം കയറ്റി അയക്കുവാനും കഴിയണം. MP രാജേഷ്. കേരളത്തിൽ തദ്ദേശീയ മദ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കണമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. വിദേശത്തേക്ക് മദ്യം കയറ്റി അയക്കുവാനും കഴിയണം. തദ്ദേശീയമായ എതിർപ്പുകൾ വരാം. അത് പരിഗണിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നടന്ന എക്സൈസ് വകുപ്പിന്റെ സംസ്ഥാന സെമിനാറിലാണ് മന്ത്രിയുടെ പ്രസ്താവന. മദ്യം എന്നതൊരു വ്യവസായമാണ്. വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ. ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുവാനും വരുമാനമുണ്ടാക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുവാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥികത്വവും മൂലമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. അത് നീക്കം ചെയ്യുക തന്നെ വേണം, അദ്ദേഹം പറഞ്ഞു. തദ്ദേശീയമായ മദ്യനിർമ്മാണം വർദ്ധിപ്പിച്ച് വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കും. ഇതിനെതിരെ സ്ഥാപിത താൽപര്യക്കാരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. അത് ഭയന്ന് പ്രധാന ചുവടുവയ്പ്പുകൾ നടത്താതിരിക്കുവാൻ കഴിയില്ലെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു. മദ്യവർജനം എന്ന LDF നയത്തിന് വിപരീതമായ നീക്കങ്ങളാണ് എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുവാൻ ആലോചിക്കുന്നത്. പാലക്കാട് എലപ്പുള്ളി മദ്യ കമ്പനിക്കായി എക്സൈസ് മന്ത്രി വീണ്ടും രംഗത്തെത്തി. ഒയാസിസ് കമ്പനിക്കായി എലപ്പുള്ളി പഞ്ചായത്ത് പ്രമേയം പാസാക്കിയതിനെ MP രാജേഷ് വിമർശിച്ചു. വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴി എലപ്പുള്ളിയിൽ ഒയാസിസ് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകുവാനാണ് സർക്കാർ നീക്കം. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം എലപ്പുള്ളി പഞ്ചായത്ത് ഗ്രാമസഭ ചേർന്ന് കമ്പനി വന്നതിനെതിരെ പ്രമേയം പാസാക്കിയത്. എന്നാൽ പഞ്ചായത്ത് നീക്കാതെ പരിഹസിച്ചായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും മന്ത്രി പറഞ്ഞു. കുടിവെള്ളത്തിന്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്തതാണെന്നും എല്ലാം നിയമാനുസൃതമായാണ് നടക്കുന്നത് എന്നുമാണ് വിശദീകരണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആകാംക്ഷയുടെ മലയാള സിനിമാ ലോകം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 31-ന് പ്രഖ്യാപിക്കും. സംസ്ഥാന സിനിമാ അവാർഡുകൾ ഈ മാസം 31-ന് പ്രഖ്യാപിക്കും. 36 സിനിമകളാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. പ്രാഥമിക ജൂറിയുടെ പരിഗണനയിൽ വന്ന 36 സിനിമകളുടെ അവസാനഘട്ട സ്ക്രീനിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നടൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ജൂറി കമ്മിറ്റിയാണ് അവസാനഘട്ട സ്ക്രീനിംഗിൽ സിനിമകൾ വിലയിരുത്തുന്നത്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം, ഫെമിനിച്ചി ഫാത്തിമ, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച ചിത്ര പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ചിത്രങ്ങളുടെ അവസാന പട്ടികയിലുണ്ട്. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം നിർവഹിച്ച ബറോസ്, മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രം മലക്കോട്ടെ വാലിബൻ തുടങ്ങിയ ചിത്രങ്ങളും അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ബറോസിലൂടെ മോഹൻലാലിന് നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിക്കുവാൻ സാധ്യത ഏറെയാണ്. ദേശീയ ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിക്കാനിടയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ICC വനിതാ ലോകകപ്പ് സെമി ഉറപ്പിക്കാനാകുമോ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെതിരെ. ICC വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെതിരെ. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ സെമി സാധ്യതകൾ നിലനിർത്തുവാൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. 5 മത്സരങ്ങളിൽ നിന്നും 4 പോയിന്റ് വീതമാണ് ഇന്ത്യയുടെയും കിവീസിന്റെയും അക്കൗണ്ടിലുള്ളത്. എങ്കിലും റൺ റേറ്റ് നോക്കുമ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡിനേക്കാളും ഏറെ മുൻപിലാണ്. കളിച്ച 6 മത്സരങ്ങളിൽ 5 ജയവും 1 സമനിലയുമുള്ള ഓസ്ട്രേലിയ 11 പോയിന്റോടെ 1-ാം സ്ഥാനത്തും 6 മത്സരങ്ങളിൽ നിന്നും 10 പോയിന്റോടെ പ്രൂട്ടീസ് വനിതകൾ നിലവിൽ 2-ാം സ്ഥാനത്തുമാണ്. 6-ൽ 4 മത്സരങ്ങൾ വിജയിച്ച ഇംഗ്ലണ്ട് 9 പോയിന്റോടെ 3-ാം സ്ഥാനത്തുമുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നീ 3 ടീമുകൾ സെമി ഉറപ്പിച്ചപ്പോൾ 4-ാം സ്ഥാനത്തിനായി നടക്കുന്നത് കനത്ത പോരാട്ടം. ഇന്ത്യ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നീ 3 ടീമുകൾക്കും ഒരുപോലെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.